ഹായ്, അഗസ്റ്റിനാണ്. ഒന്നും പറയണ്ട, ഇപ്പം ഞാൻ മാർക്കോ ഫിലിം കണ്ടിട്ട് വരികയാണ്. ഒന്നും പറയാനില്ല. അവർ പറഞ്ഞതുപോലെ തന്നെ മോസ്റ്റ് വയലൻസ് ഫിലിം. എൻ്റെ അമ്മ കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു നമുക്കൊരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ കണ്ട് പഴകിയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പക്ഷെ അതെടുത്തിരിക്കുന്ന മേക്കിംഗ് സ്റ്റൈൽ ഒന്നും പറയാനില്ല. ഒരു ഒരു എന്താ പറയണ്ടേ, ഒരു ഇങ്ങനെ തിയേറ്ററിൽ പോയിരുന്നിട്ട് ഇത്രയും ഇങ്ങനെ ഒരു അടിപൊളി സിനിമ കണ്ടിട്ട് കാലങ്ങൾ പറയാം. വയലൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്ക് ലെവൽ. മാക്സിമം 18 വയസ്സിന് താഴോട്ടുള്ളവർ ആ ഫിലിമിന് പോകാതിരിക്കുന്നത് നല്ലത്. കുഞ്ഞു പിള്ളേരെ ഒന്നും കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലത്. കാരണം അത്രയും വയലൻസ് ഉണ്ട്. എന്ത് പറയണ്ടേ, ഒരു ഉണ്ണിമൂന്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. ആക്ഷനൊക്കെ നല്ലതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. കൊറിയോഗ്രാഫി ആയിരുന്നാലും അതിൻ്റെ ഒരു കളർ പാറ്റേണിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ബോളിവുഡ് ഹോളിവുഡ് സിനിമ പോലെയൊക്കെ തോന്നി. നമ്മുടെ KGF ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KGF അടുത്തൊക്കെ കട്ടയ്ക്ക് നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ഒരു മലയാള സിനിമയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത് ഒരു ബെഞ്ച് മാർക്കിട്ട് വയ്ക്കാൻ പറ്റും. മലയാള ഫിലിമിൽ മാർക്കോ എന്ന് പറഞ്ഞാൽ KGF പോലെ നമുക്കൊരു ബെഞ്ച് മാർക്കിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് മാർക്കോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഈ പല ആക്ഷൻ സിനിമകളും കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് മാർക്കോയിട്ടായിരിക്കും. ഇതിൽ ജഗദീഷ് ആയിക്കോട്ടെ, സിദ്ദീഖ് ആയിക്കോട്ടെ, ഒന്നും പറയാനില്ല. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് ചെറുതായിട്ടൊരു ലാഗ് തോന്നത്തില്ലെങ്കിലും ആ ഒരു സ്ലോ സ്പേസിൽ പോകുമ്പോൾ തോന്നും. ആ സെക്കൻഡ് ഹാഫിന് ശേഷം ഇന്റർവെൽ കഴിഞ്ഞതിന് ശേഷം ഒരു രക്ഷയില്ല. ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നീട് ബ്ലഡ് കൊണ്ടുള്ള ഒരു ആറാട്ടാണ്. പിന്നെ പല സീനും നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ ലാസ്റ്റ് ഒരു നായകൻ വില്ലൻ കോംബോയിൽ വില്ലനെടുത്ത് ദേഷ്യം തോന്നുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇനി വയലൻസ് കാരണം പല സീനും കട്ട് ചെയ്തിട്ടായിരിക്കും ഇനി അടുത്ത ദിവസങ്ങൾ പ്രദർശിപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി വയലൻസ് ആണ് സിനിമയ്ക്ക് ഫുള്ള്. ഒന്നും പറയാനില്ല. ശരിക്കും പറയുന്നത് തിയേറ്ററിൽ പോയി കാണണം. തിയേറ്ററിൽ പോയി തന്നെ കാണണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും മാർക്കോ ഇങ്ങനൊരു ആക്ഷൻ ഫിലിം. ഇനി ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇനി മാർക്കോ ആയിരിക്കും കമ്പാരിസൺ ആക്ഷൻ ഫിലിമിൽ വരിക. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിമൂന്തൻ്റെ ഒരു മിന്നുന്ന പ്രകടനം തന്നെയാണ്. നല്ല നമുക്ക് വെറുതെ ചില സിനിമകളിൽ ഒരുപാട് ഫൈറ്റ് സീൻ ചുമ്മാ കുത്തിക്കയറ്റി വെച്ചിട്ടില്ലേ, ഒരു ഇമോഷണലും തോന്നാതെ. പക്ഷേ ഇത് കറക്റ്റ് കണക്ഷൻ ആയിട്ടാണ് പോകുന്നത്. ഫൈറ്റ് സീനാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജഗദീഷൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. ഒന്നും പറയാനില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. എന്താ പറയുക, നല്ല മാക്സിമം എല്ലാവരും പോയി കാണുക. ശരിക്കും പറഞ്ഞാൽ ട്രെയിലറിൻ്റെ പിൻബലം പോലും ഇല്ലാതെയാണ് മാർക്കോ വന്നേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയും പീക്ക് ലെവലിൽ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും പോയി കാണുക. ആക്ഷൻ, വയലൻസ് എന്ത് വേണോ, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. നിങ്ങൾ എല്ലാവരും പോയി തിയേറ്ററിൽ കാണണം. മാർക്കോ ദ ബെസ്റ്റ് മൂവിയാണ്.